ഹോളിസ്റ്റിക് ട്രഷർ ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് തഴുതാമ എന്ന സസ്യത്തെക്കുറിച്ചിട്ടാണ്. പാർട്ട് 1 എപ്പിസോഡ് 23. എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമായ സസ്യമാണ് തഴുതാമ. ഈ സസ്യം 2 തരമുണ്ട്, വെളുത്തതും ചുവന്നതും. രണ്ടും ഔഷധ ഗുണത്തിൽ ഏകദേശം ഏക സ്വഭാവക്കാരാണ്. പുനർനവ എന്ന പേരിലും തഴുതാമ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏതു കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന സസ്യം എന്ന പ്രത്യേകതയും തഴുതാമയ്ക്കുണ്ട്. ആമവാദത്തിന് ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാണ് തഴുതാമ. തഴുതാമയുടെ വേര്, കച്ചോലം, ചുക്ക് എന്നിവ സമാസമം എടുത്ത് കഷായമായി രാവിലെയും വൈകുന്നേരവും 25 മില്ലി വീതം 7 ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആമവാദം ശമിക്കും. തഴുതാമയുടെ ഇല കൊണ്ടുള്ള തോരൻ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഫലം നൽകും. പൊട്ടാഷ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് തഴുതാമ. വെള്ളത്തിൽ തഴുതാമയുടെ ഇല ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രതടസ്സം ഒഴിവായി കിട്ടും. പ്രാണികൾ കടിച്ചുണ്ടാകുന്ന നീര്, വിഷം എന്നിവയ്ക്കും തഴുതാമ നല്ലതാണ്. തഴുതാമ വേര്, എരുത്തിൽ വേര്, കടുക്ക മൂലി വേര്, മഞ്ഞൾ, വയമ്പ് ഇവ സമാസമം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീര് വറ്റുന്നത് ആയിരിക്കും.